കുരുമുളക് നീലമുണ്ടിയുണ്ട്, കൊറ്റനാടൻ, പിന്നെ പന്നിയൂറിന്റെ തന്നെ 5ഉം 1ഉം ഉണ്ട്. പന്നിയൂർ 5, 1, കരിമുണ്ട, അങ്ങനെ കുറെ വെറൈറ്റികളുണ്ട്. ഒത്തിരി വെറൈറ്റികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം തീർന്നതാ. ഇപ്പൊ സീസൺ അല്ലല്ലോ. കുരുമുളകിന്റെ നമ്മള് ഒറ്റ തണ്ടുള്ളതാണെങ്കിൽ 30 രൂപ, 2 തണ്ടാണെങ്കിൽ ഒരു തണ്ടിന് 20 രൂപ. ICAR കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പ്രോഗ്രാം അസിസ്റ്റന്റ് ആണ് റേച്ചൽ മാഡം. മാഡം നമസ്കാരം. നമസ്കാരം. ഇത് നമ്മുടെ നഴ്സറി അല്ലേ? നഴ്സറിയില് വേര് പിടിപ്പിച്ച കുരുമുളക് തൈകൾ, പൂച്ചെടി തൈകൾ, ഫലവൃക്ഷ തൈകൾ, അലങ്കാര ചെടി തൈകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് കിടക്കാം. ഇത് ജാതിയാണ് കാണുന്നത് അല്ലേ? ജാതി തൈകൾ, ബഡ് തൈകളാണ്. ഇതിന്റെ റേറ്റ് 450. 450 ആണ് റേറ്റ്. നമ്മള് പുറത്തുള്ളതിനേക്കാളും കുറച്ചാണ് റേറ്റിൽ കൊടുക്കുന്നത്. ഏത് വെറൈറ്റിയാണോ? ഇത് കിണറ്റുകര വെറൈറ്റി, പിന്നെ മറ്റത്തിൽ പറമ്പിൽ വെറൈറ്റി, 2-3 വെറൈറ്റികളുണ്ട്. എല്ലാം ബഡ് തൈകൾ തന്നെയാണ്. ഒരു 1.5 വർഷത്തും പ്രായമായ തൈകളാണ്. 450 രൂപയ്ക്കാണ്. 450 രൂപ. ജാതി തൈകൾക്കെല്ലാം 450 രൂപ. 450 ആണ്. പിന്നെ ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് പൂച്ചെടികൾ ധാരാളം കാണുന്നുണ്ട്. പൂച്ചെടികളുണ്ട്. പിന്നെ മാങ്കോസ്റ്റിനുണ്ട്. മാങ്കോസ്റ്റിന് 450 രൂപ റേറ്റ്. നല്ല വളർച്ചയായതാ, നല്ല തൈയാണ്. നല്ലവണ്ണം നമുക്ക് ചെലവാകുന്ന തൈകളാ ഇതെല്ലാം. ഇതിപ്പോ എത്ര നാളായി നമ്മുടെ നഴ്സറി തുടങ്ങിയിട്ട്? നഴ്സറി നമുക്ക് നേരത്തെ തൊട്ടേ നഴ്സറി ഉണ്ട്. ഒരു 1995 ഇവിടെ തുടങ്ങിയത്. 1995 KVK തുടങ്ങിയത്. നമുക്കത് കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞപ്പോ തൊട്ട് നഴ്സറികളുണ്ട്. അത് നമുക്ക് അപ്പുറത്തെ സൈഡിലായിരുന്നു. 2-3 റെയിൻ ഷെൽട്ടർ ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ നമ്മൾ മാറ്റിയിട്ട് ഇങ്ങോട്ട്, ഈ സ്ഥലം പാഴായി കിടക്കുകയായിരുന്നു. അപ്പൊ ഈ സ്ഥലത്തേക്ക് നമ്മള് മാറ്റിയിട്ട് ഇപ്പൊ 1 വർഷം ആകാറാവുന്നു. ഈ പ്ലാവെല്ലാം ഇത് ഡങ്സൂരിയ എന്ന് പറഞ്ഞ ചെമ്പരത്തി വരിക്കാന്ന് പറയും. എല്ലാം ഈ ഗ്രാഫ്റ്റ് തൈകളാണ്. അത് 3 വർഷത്തിനുള്ളിൽ കായ്ക്കുന്നതാണ്. പിന്നെ വിയറ്റ്നാം മേർലി ഉണ്ട്. ഇതിനൊക്കെ 350 രൂപ. മാവ് സിന്ദൂരം. അത് 150 രൂപ. പിന്നെ ഇവിടെ നമ്മള് പിന്നെ ചെറുനാരകം, സപ്പോട്ട എല്ലാം ഗ്രാഫ്റ്റ് തൈകളാണ്. നെല്ലിയും ഗ്രാഫ്റ്റാ. അപ്പൊ ഈ സെക്ഷൻ പൂക്കളുടേതാണല്ലേ? ഈ സെക്ഷൻ എല്ലാം പൂക്കളുടെ. ഓൾസം ചെടികളൊക്കെ അതിന്റെ വലിപ്പം അനുസരിച്ചിട്ടുള്ള റേറ്റിലാണ് കൊടുക്കുന്നത്. ചെറിയ റോസയ്ക്ക് അതിന്റേതായ വില, വലുതാണെങ്കിൽ ഇച്ചിരൂടെ വില കൂടുതലായിരിക്കും. അങ്ങനെ. ഇത് ഗ്രാമ്പൂ. ഇത് എന്താ മാഡം, ഇതിന്റെ ഉപയോഗം എന്താ? നമ്മുടെ ചൗക്ക. നമുക്ക് ഈ കൊടിക്ക് തണൽ വൃക്ഷമായിട്ട്. പിന്നെ ഇത് ഗ്രാമ്പൂ. നമ്മുടെ ഇവിടെ ഇപ്പൊ ഹൈ റേഞ്ച് നല്ലപോലെ കൃഷി ചെയ്യുന്നുണ്ടല്ലോ. ഗ്രാമ്പൂവിന് 200 രൂപയുള്ളൂ വില. അവക്കാഡോ അവക്കാഡോ ഒരു ട്രെൻഡ് ആണ്. അതെ, അവക്കാഡോ 350 രൂപ. ഇതും ഗ്രാഫ്റ്റാണ്. പുള്ളോക്ക് വെറൈറ്റി ആണ്. ചൂടുള്ള സ്ഥലത്തും തണുപ്പ് സ്ഥലത്തും ഒരേപോലെ വളരുന്നതാ. ഇനി കുരുമുളകിന്റെ ഒരു സെക്ഷനിലേക്ക് നമുക്ക് ഇത് കുരുമുളക് നീലമുണ്ടിയുണ്ട്, കൊറ്റനാടൻ, പിന്നെ പന്നിയൂറിന്റെ തന്നെ 5ഉം 1ഉം ഉണ്ട്. പന്നിയൂർ 5, 1, കരിമുണ്ട, അങ്ങനെ കുറെ വെറൈറ്റികളുണ്ട്. ഒത്തിരി വെറൈറ്റികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം തീർന്നതാ. ഇപ്പൊ സീസൺ അല്ലല്ലോ. കുരുമുളകിന്റെ നമ്മള് ഒറ്റ തണ്ടുള്ളതാണെങ്കിൽ 30 രൂപ, 2 തണ്ടാണെങ്കിൽ ഒരു തണ്ടിന് 20 രൂപ. ഇത് അത് റംബുട്ടാൻ. റംബുട്ടാന് ചെറുതിന് 300 രൂപയും ഇതിന് 450, വലുതിന് 450 രൂപയും. അതേപോലെ ഇവിടെ ചട്ടികൾ കൂടി കൊടുക്കുന്നുണ്ടല്ലേ? ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും, കമ്പോസ്റ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ കൊടുക്കുന്നുണ്ട്. ശരി. അപ്പൊ മറ്റുള്ള നഴ്സറിയിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കുറഞ്ഞ വിലയേക്കാളും നല്ല തൈകൾ, ഗുണനിലവാരമുള്ള തൈകളായിരിക്കും കൊടുക്കുന്നത് നമ്മള്. അപ്പൊ KVK ഇത്തരം ഒരു സംരംഭം പണ്ടുതൊട്ടേ ഉണ്ടെങ്കിൽ പോലും ഈ പുതിയ സെക്ഷനിലേക്ക് വന്നപ്പോഴാണ് കൂടുതലായിട്ടും ആളുകൾ പല ഷെഡുകളായിട്ടായിരുന്നു അവിടെ ആയിരുന്നപ്പോ. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഒറ്റയായിട്ട് വന്നതുകൊണ്ട് എല്ലാം ഒരു സ്ഥലത്ത് തന്നെ
പിന്നെ അടീനിയത്തിന്റെ തൈകളാ ഇതൊക്കെ. ആ അടീനിയത്തിന്റെ ഹൈബ്രിഡ് ഉണ്ട്. ഇതൊക്കെ ഹൈബ്രിഡാ. ഇതൊക്കെ ചട്ടി ഉൾപ്പെടെ കൊടുക്കുക? ചട്ടി ഉൾപ്പെടെ കൊടുക്കും. എന്ത് വിലയാണ്? ചട്ടി ഉൾപ്പെടെ 450-500 രൂപയ്ക്ക് കൊടുക്കും.